വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം സംസ്ഥാനം ചുട്ടുപൊള്ളുകയാണ്. വേനൽക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ കേരളം അതിതീവ്ര ചൂടിലേക്ക് കടന്നു കഴിഞ്ഞു. ആശ്വാസമായി 1-2 ദിവസങ്ങളിൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും ചൂടിന് കാര്യമായ ആശ്വാസം ഉണ്ടാകുന്നില്ല. ഈ വർഷം മാർച്ച് മാസത്തിൽ അസാധാരണമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 124 വർഷങ്ങളിലെ ഫെബ്രുവരി മാസത്തെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്ന ചൂടാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ അനുഭവപ്പെട്ടത്. ഇങ്ങനെ അസാധാരണമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം അരി, ഗോതമ്പ് ഉൽപാദനത്തെ സാരമായി തന്നെ ബാധിക്കുമെന്നാണ് ഇപ്പോൾ കണ്ടെത്തൽ. കാലാവസ്ഥാ വ്യതിയാനം കാരണം അരിയുടെയും ഗോതമ്പിന്റെയും ഉൽപാദനം 6 മുതൽ 10% വരെ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് ഭൗമശാസ്ത്ര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. 2023-24 കാലയളവിൽ 113.29 ദശലക്ഷം ടൺ ഗോതമ്പും 137 ദശലക്ഷം ടൺ അരിയും വിളവെടുത്തു. 1.4 ബില്യൺ ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യത്ത് 80% ജനങ്ങളും സർക്കാർ സബ്സിഡിയായി നൽകുന്ന ധാന്യത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. 1901 മുതൽ ഇന്ത്യയുടെ ശരാശരി താപനില വർധനവ് 0.7 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ 2024 റെക്കോർഡ് പിന്നിട്ടായിരുന്നു താപനില വർധനവ് രേഖപ്പെടുത്തിയത്. 0.90 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇത്തവണ കൂടിയത്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലേക്ക് ശൈത്യകാല മഴ കൊണ്ടുവരുന്ന കാലാവസ്ഥാ സംവിധാനങ്ങൾ ഉൾപ്പെടെ തകരാറിലാവാൻ കാരണം ആഗോളതാപനമാണ്. ഇക്കാരണത്താൽ ഹിമാലയൻ മേഖലയിലും ചുറ്റുമുള്ള സമതലങ്ങളിലും താമസിക്കുന്ന കോടിക്കണക്കിന് ആളുകൾക്ക് കടുത്ത ജലക്ഷാമം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ഭൗമശാസ്ത്ര മന്ത്രാലയ സെക്രട്ടറി എം രവിചന്ദ്രൻ പറഞ്ഞു. നാഷണൽ ഇന്നോവേഷൻസ് ഇൻ ക്ലൈമറ്റ് റെസിലന്റ് അഗ്രികൾച്ചറിന്റെ ഡേറ്റ പ്രകാരം 2100 ആകുമ്പോഴേക്കും ഗോതമ്പ് വിളവ് 6 മുതൽ 25% വരെ കുറയും. അരിവിളവ് 2050 ആകുമ്പോൾ 7% കുറയും. 2080 ആകുമ്പോഴേക്കും 10% കുറയും. വർദ്ധിച്ചു വരുന്ന ആഗോളതാപനം മൂലമുണ്ടാകുന്ന താപസമ്മർദ്ദം ഗോതമ്പിന്റെ വളർച്ചയെ ഗണ്യമായി ബാധിക്കുന്നു. ഇത് ധാന്യ ഉൽപാദനത്തിലും ഗുണനിലവാരത്തിലും കുറവുണ്ടാക്കുന്നു എന്ന് 2022 ഇന്റർനാഷണൽ ജേർണൽ ഓഫ് മോളിക്യുലാർ സയൻസസിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, കടലിൽ താപനില ഉയരുന്നത് കാരണം മത്സ്യങ്ങൾ തണുത്ത വെള്ളമുള്ള പ്രദേശങ്ങളിലോ കടലിന്റെ ആഴങ്ങളിലേക്കോ പോകാൻ സാധ്യതയുമുണ്ട്. ഇത് തീരദേശ മത്സ്യബന്ധനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ സാരമായി ബാധിക്കും. മാത്രമല്ല, ഹിമാലയത്തിലെ മഞ്ഞ് ഉരുകുന്നത് വലിയ ജലക്ഷാമത്തിലേക്ക് നയിക്കും. 2024 പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി നടത്തിയ പഠനമനുസരിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൂട് കൂടുന്നത് ഇങ്ങനെ തുടർന്നാൽ ഇതൊരു സ്ഥിരമായ പ്രതിഭാസമായി മാറുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഇത് ഇന്ത്യയുടെ കാർഷിക മേഖലയെ ആശ്രയിച്ചിരിക്കുന്ന മൺസൂണിനെ മാറ്റിമറിക്കും. വേനൽക്കാല വിളകൾ വൈകി വളർച്ച പൂർത്തിയാകും. ഇതോടെ റാബി സീസണിൽ വളർത്തേണ്ട വിളകൾ നടാൻ വൈകും. ഗോതമ്പ് ഒരു റാബി വിളയാണ്. ഗോതമ്പ് വളർച്ചയ്ക്ക് 3 ഘട്ടങ്ങളുണ്ട്. വിതയ്ക്കാൻ വൈകിയാൽ സസ്യങ്ങളുടെ അവസാനഘട്ട വളർച്ച കൊടും വേനലാകും. ഇത് ഗോതമ്പിന്റെ പ്രോട്ടീനിന്റെ അളവ് വർദ്ധിപ്പിക്കാനും സ്റ്റാർച്ചിന്റെ അളവ് കുറയ്ക്കാനും കാരണമാകുന്നു. ധാന്യത്തിന്റെ കാഠിന്യം കൂടും. ധാന്യത്തിന്റെ ഭാരവും ഗുണനിലവാര പ്രശ്നങ്ങളും കാരണം കർഷകർക്ക് കുറഞ്ഞ വിപണിയെ നേരിടേണ്ടി വന്നേക്കാം. വളങ്ങൾ, കീടനിയന്ത്രണം തുടങ്ങിയ മാർഗങ്ങൾ കൃത്യമായി ചെയ്യണം. ഉഷ്ണതരംഗങ്ങൾ കാണാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വിളകൾ നേരത്തെ വിതയ്ക്കണം. ശാസ്ത്രീയ ഗവേഷണം, സാമ്പത്തിക സഹായം, സാങ്കേതിക പരിഹാരം, കർഷക വിദ്യാഭ്യാസം എന്നിവ സംയോജിപ്പിക്കുന്നതിലൂടെ വർദ്ധിച്ചു വരുന്ന ചൂടിൽ നിന്നും വിളകളെ സംരക്ഷിക്കാൻ സാധിക്കും.